എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 22 വർഷമായി, 4 മക്കളുണ്ട്. 16 വർഷത്തോളം അവർ ബഹ്റൈനിൽ ആയിരുന്നു. അപ്പോൾ ഉമ്മ മരിച്ചിട്ട് 21 വർഷം കഴിഞ്ഞു. ഉപ്പ വേറെ കല്യാണം കഴിച്ചു, വീട്ടിൽ താമസിക്കുന്നു. 4 ആങ്ങളമാരും ഒരു അനിയത്തിയും ഒരു ഏട്ടത്തിയും ഉണ്ട്. ആങ്ങളമാരെല്ലാം സെറ്റിൽഡാണ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഭർത്താവ് മദ്യപാനിയാണ്. നമസ്കാരം, നോമ്പ്, സക്കാത്ത് ഇങ്ങനത്തെ ഒരു കാര്യമില്ല. അപ്പോൾ അവർ ചോദിക്കുന്ന പള്ളിയിൽ 3 ആഴ്ച തുടർച്ചയായി പോയില്ലെങ്കിൽ അയാൾ കാഫിറായി പോകുന്നതാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ കൂടെ ജീവിക്കുന്നതിന് ഇസ്ലാമികമായി എന്തെങ്കിലും പിന്നെ ഇസ്ലാമിക വിധി എന്താണ്, അങ്ങനെ താമസിക്കാൻ പാടുണ്ടോ? അല്ല, ഈ സഹോദരി പറയുന്നതൊക്കെ യാഥാർത്ഥ്യമാണെങ്കിൽ ഇതിപ്പോൾ നമ്മളോട് സമ്മതം ചോദിക്കാനോ ഫത്വ ചോദിക്കാനോ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. അവരെന്നോ അവിടുന്ന് ഇറങ്ങേണ്ട സമയം കഴിഞ്ഞു എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ എന്താ പറയുക, ഞാൻ പറഞ്ഞ പോലെ സ്ത്രീകൾക്ക് ഇതിന് പറ്റൂല. അതാണിന്ന് സ്ത്രീകളുടെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഈ പറഞ്ഞതൊക്കെ സംഭവിച്ചിട്ടും മദ്യപിച്ചിട്ടും എന്ത് ചെയ്യാൻ പറ്റില്ല. ഇയാളെ വിട്ടു പോകുന്നതിൽ എനിക്ക് പാപം കിട്ടുമോ കുറ്റം കിട്ടുമോ എന്ന് ചോദിക്കുകയാണ് അവരിപ്പോഴും ചെയ്യണത്. അപ്പോൾ ഈ ഒരു മനസ്സ് അവർക്കുള്ളത് കൊണ്ടാണ് ഇത്തരം ആളുകൾക്ക് ഇതിലൊക്കെ സാധിക്കുന്നത്. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഈ മദ്യപാനം എന്നതൊന്നും വെറുതെ നിന്ന് പോകുന്നത്, എനിക്ക് നല്ല ചികിത്സ ട്രീറ്റ്മെൻറ്റ് വേണം. അപ്പോൾ എന്താണ്, ഒന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി മാറി നിന്നിട്ട് നിങ്ങളൊരു ചികിത്സയൊക്കെ നടത്തിയിട്ട് എന്ത് ചെയ്യണം, റെഡി ആയിട്ട് എന്നെ വിളിക്കും. അപ്പം ഞാൻ വരാമെന്ന് പറഞ്ഞ് മെല്ലെ അവനാൻ്റെ വീട്ടിലേക്ക് പോയാലാണ് ഇതിനൊക്കെ പരിഹാരം മാർഗം. അതല്ല എന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ ഇതും അനുഭവിച്ച് പോകുക. അപ്പോൾ ഇവിടെ ഈ ജുമാക്ക് പോവാതിരിക്കുക എന്ന് പറയുമ്പോൾ നിസ്കരിക്കുന്നുണ്ടാവില്ലല്ലോ. ഇല്ല, നിസ്കാരം ഏതായാലും നിസ്കരിക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഗുരുതരമായ തെറ്റല്ലേ. നിസ്കരിക്കാത്ത ഒരാളെ കൂടെ ജീവിക്കാൻ പറ്റുമോ ചോദിക്കുമ്പോൾ പണ്ഡിതന്മാർ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അയാൾ ഇതൊന്ന് മാറി നിന്നിട്ട് അയാൾ നിസ്കാരമൊക്കെ തുടങ്ങി നമ്മൾ വിചാരിക്കുന്ന രൂപത്തേക്ക് വരുമ്പോഴേ ഉള്ളൂ എന്ന് പറയാൻ പറ്റുമെങ്കിൽ അയാൾ മാറും. അല്ലെങ്കിൽ എന്താണ്, ഇങ്ങനെ മുന്നോട്ട് പോകേണ്ടി വരുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പറഞ്ഞപ്പോഴെന്താ വെച്ചാൽ ഒരു കടുത്ത നിലപാടെടുക്കാൻ സ്ത്രീകൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ ഒരു കൗൺസിലിലേക്ക് നമ്മുടെ അടുത്ത സ്ഥലത്തെ ഒരു സഹോദരി ഇതുപോലെ വിളിച്ചപ്പോൾ നമ്മൾ കൊടുത്തൊരു മറുപടി ഉണ്ടായിരുന്നു, പിന്നെ അവനെ അവഗണിക്കുക എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ സഹോദരി എന്ത് വെച്ചാൽ രണ്ടും കൽപ്പിച്ച് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി, അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇയാൾ മദ്യപിച്ച് ഒരു വാഹനാപകടത്തിൽപ്പെട്ട് പിന്നെ ഹോസ്പിറ്റലിൽ കടന്നപ്പോൾ പോലും പോയി നോക്കിയില്ല. അവൾ പറഞ്ഞത് ഞാനിനി അങ്ങോട്ടില്ല എന്നാണ്. അപ്പോൾ ഡി അഡിഷൻ സെൻറ്ററിൽ 2 പ്രാവശ്യം ഇയാളെ കൊണ്ടാക്കിയിട്ടുണ്ടെന്നാണ്. എന്നിട്ടും അയാൾ നന്നായിട്ടില്ല. പക്ഷേ ഈ സഹോദരി കടുത്തൊരു നിലപാടെടുത്തു. അതായത് അവിടുത്തെ മഹല്ല് കമ്മിറ്റിയും ഈ ഇയാളെ പെങ്ങന്മാരും എല്ലാവരും വന്ന് പറഞ്ഞിട്ട് ഇവള് പോയില്ല. ഇവള് ചെറിയ കച്ചവടമൊക്കെ നടത്തി അങ്ങനെ വാടകയ്ക്ക് വീടൊക്കെ എടുത്ത് അങ്ങനെ ജീവിച്ചു പോയപ്പോൾ ഇയാളെല്ലാം നിർത്തിയപ്പോൾ പിന്നെ വളരെ നല്ല മനുഷ്യനായിട്ട് വന്നു. അപ്പോൾ നമുക്ക് അവർ വാട്സപ്പിൽ അവർ വോയിസ് ഇട്ടിരുന്നു. ഇതിനകത്ത് നല്ല തീരുമാനമാണ്. അത് തീരുമാനിക്കുമ്പോൾ ഒന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഈ ഭർത്താവിനെ കൊണ്ടൊരു ഉപകാരവും ഇല്ലെങ്കിൽ അയാളെ കൂടെ ജീവിക്കുന്നതിനേക്കാളും നല്ലത് എന്താണ്, നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കലാണ്. ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ നമ്മളെ ചിലവിനുള്ള പൈസ ഉണ്ടാക്കിയാൽ പോരെ. ഇത് ഇയാൾക്ക് കള്ളുടിക്കാനുള്ള പൈസ കൊടുക്കണം, നമ്മൾ ഉണ്ടാക്കണ്ടേ. അപ്പോൾ അതിനുള്ള ആത്മധൈര്യം ആര് കാണിക്കണം? സഹോദരിമാർ കാണിക്കണം. എനിക്ക് ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ പ്രാപ്തിയുള്ളവളാണ് എന്ന നിലക്കൊരു തീരുമാനത്തേക്ക് വരുമ്പോൾ മാറും. കാരണം അവിടെ മാറാതെ അവർക്ക് പറ്റൂല. കാരണം ഭാര്യ പോയി എന്ന് പറഞ്ഞാൽ അതോടുകൂടെ അവൻ സമൂഹത്തിൽ എന്ത് ചെയ്തു, അവൻ്റെ വില പോയി. ഇനി ഒരു ഭാര്യ അവന് വരൂല. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു ഭാര്യ ഇറങ്ങിപ്പോയാൽ ഒരു പെണ്ണും ഇനി അവൻ്റെ ഭാര്യ അവൻ തയ്യാറാവില്ല. അപ്പോൾ അവന് മനസ്സിലാവും ജീവിതം എന്താണ്. ഇങ്ങനത്തെ കടുത്ത തീരുമാനങ്ങളിലേക്ക് പോവാതെ ഇതിനൊന്നും പരിഹാരം.